ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ചില അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചാണ്. മ്യൂച്വൽ ഫണ്ട് യൂണിവേഴ്സ് എന്നാണ് ഇതിനെ ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. മ്യൂച്വൽ ഫണ്ട് യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ലോകത്ത് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുള്ള ചില പ്രാഥമികമായിട്ടുള്ള അറിവുകളെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും 5 വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറീസാണ് മ്യൂച്വൽ ഫണ്ടിലുള്ളത്. 5 വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ അവയെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് കാറ്റഗറി, അതുപോലെ തന്നെ ഈ കാറ്റഗറിയുടെ എല്ലാം ചില സബ് കാറ്റഗറീസ് ഉണ്ട്. പ്രധാനപ്പെട്ട ഈ 5 കാറ്റഗറീസ് എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1, 2, 3, 4, 5 എണ്ണം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന് ഇക്വിറ്റി എന്ന് പറയുന്നൊരു കാറ്റഗറിയാണ്. രണ്ടാമത്തേത് ഡെറ്റ്, മൂന്നാമത്തേത് ഹൈബ്രിഡ്, നാലാമത്തേത് അതർ സ്കീംസ്, അഞ്ചാമത്തേത് സൊല്യൂഷൻ ഓറിയൻറ്റഡ് എന്നുള്ളതാണ്. ഈ 5 എണ്ണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഇക്വിറ്റി, ഡെറ്റ്, ഹൈബ്രിഡ് എന്ന് പറയുന്ന 3 കാറ്റഗറീസാണ്. ഈ 3 കാറ്റഗറീസിൽ സബ് കാറ്റഗറീസ് ഉണ്ടാകും. ആ സബ് കാറ്റഗറീസിനെ കുറിച്ച് നമുക്ക് ഇതിന് ശേഷം സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഇക്വിറ്റി, ഡെറ്റ്, ഹൈബ്രിഡ്, അതർ സ്കീംസ്, സൊല്യൂഷൻ ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഏത് അസറ്റിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇപ്പം ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടാണെങ്കിൽ ആ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ ഇക്വിറ്റി ഷെയറിലേക്കായിരിക്കും നമ്മുടെ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഡെറ്റ് ആണെങ്കിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻസിലായിരിക്കും. ഹൈബ്രിഡ് ആണെങ്കിൽ ഇക്വിറ്റിയുടെയും ഡെറ്റിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അത് സ്കീംസ് പറഞ്ഞാൽ മറ്റ് ചില മേഖലകളുണ്ട്. അതുപോലെ തന്നെ സൊല്യൂഷൻ ഓറിയൻറ്റഡ് എന്ന് പറയുന്ന ചില സ്കീംസ് ഉണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 5 കാറ്റഗറീസാണ് പ്രധാനമായിട്ടും മ്യൂച്വൽ ഫണ്ടിൽ ഉള്ളത്. ഇനി നമുക്ക് ഈ ഓരോ കാറ്റഗറിയെക്കുറിച്ചും നമുക്ക് ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഈ 5 കാറ്റഗറിയെയും ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഇനി നമുക്ക് ഈ 5 കാറ്റഗറിയിൽ വരുന്ന സബ് കാറ്റഗറീസിനെ കുറിച്ച് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഇക്വിറ്റി, ഡെറ്റ്, ഹൈബ്രിഡ്, സൊല്യൂഷൻ ഓറിയൻറ്റഡ്, അതർ സ്കീംസ് എന്ന് പറയും. ഇതാണ് 5 മെയിൻ കാറ്റഗറി ഉള്ളത്. അപ്പോൾ ഈ മെയിൻ കാറ്റഗറിയിൽ എല്ലാം സബ് കാറ്റഗറീസ് ഉണ്ട്. എന്നുവെച്ചാൽ ഇക്വിറ്റി ഫണ്ടിൻ്റെ താഴെ കുറേ സബ് കാറ്റഗറീസ് ഉണ്ട്. ഡെറ്റിൻ്റെ താഴെ അല്ലെങ്കിൽ ഡെറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ കുറേ സബ് കാറ്റഗറീസ് ഉണ്ട്. ഹൈബ്രിഡിനകത്തിൽ സബ് കാറ്റഗറീസ് ഉണ്ട്. സൊല്യൂഷൻ ഓറിയൻറ്റഡ്, അതേഴ്സ്, ഇവരെല്ലാം സബ് കാറ്റഗറീസ് ഉണ്ട്. നമുക്ക് ഇക്വിറ്റി ഒന്ന് പരിചയപ്പെടാം. ഇക്വിറ്റിയുടെ സബ് കാറ്റഗറീസിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. ഇക്വിറ്റിയിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഏറ്റവും പ്രധാനപ്പെട്ട സബ് കാറ്റഗറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ക്യാപ്പ് ഉണ്ട്, മിഡ് ക്യാപ്പ് ഉണ്ട്, സ്മോൾ ക്യാപ്പ് ഉണ്ട്, ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഉണ്ട്, മൾട്ടി ക്യാപ്പ് എന്ന് പറയും, ഫോക്കസ്ഡ്, ഡിവിഡൻഡ് ഈൽഡ്, വാല്യൂ ഓർ കോൺട്ര, സെക്ടർ, ELSS എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീം എന്ന് പറയും. അതുപോലെ ഫ്ലെക്സി ക്യാപ്പ്. ഈ വ്യത്യസ്തമായിട്ടുള്ള സബ് കാറ്റഗറീസ് എല്ലാം ഡീറ്റെയിൽഡായിട്ട് പിന്നീട് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. തൽക്കാലം ഈ സബ് കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പരിചയപ്പെടുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇക്വിറ്റി എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്ന വ്യത്യസ്തമായിട്ടുള്ള സബ് കാറ്റഗറീസാണ് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ്, മൾട്ടി ക്യാപ്പ് എന്ന് പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള സബ് കാറ്റഗറീസ്. അതുപോലെ തന്നെ ഡേറ്റിനകത്ത് വരുന്നതാണ് മണി മാർക്കറ്റ്, ഷോർട്ട് ഡ്യൂറേഷൻ, ഓവർനൈറ്റ്, ലോങ് ഡ്യൂറേഷൻ, മീഡിയം ഡ്യൂറേഷൻ, ഷോർട്ട് ടേം, അൾട്രാ ഷോർട്ട് ടേം എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സബ് കാറ്റഗറീസ് ഡെറ്റിനകത്തിൽ വരുന്നുണ്ട്. അതുപോലെ ഹൈബ്രിഡിനകത്തിൽ വരുന്നതാണ് കൺസർവേറ്റീവ് ഹൈബ്രിഡ്, ബാലൻസ്ഡ് ഹൈബ്രിഡ് അല്ലെങ്കിൽ അഗ്രസീവ് ഹൈബ്രിഡ്, ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ അല്ലെങ്കിൽ ബാലൻസ് ഫണ്ട്, മൾട്ടി അസറ്റ്, ആർബിട്രേജ്, ഇക്വിറ്റി സേവിങ്സ്. അതുപോലെ തന്നെ സൊല്യൂഷൻ ഓറിയൻറ്റഡിനകത്തിൽ വരുന്നതാണ് ചിൽഡ്രൻസ് ഫണ്ട്, റിട്ടയർമെൻറ്റ് ഫണ്ട്. സൊല്യൂഷൻ ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇൻവെസ്റ്ററിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക
ഫൈനാൻഷ്യൽ സൊല്യൂഷന് വേണ്ടിയുള്ള. ഇപ്പോൾ ചിൽഡ്രൻസ് ഫണ്ട് എന്ന് പറയുമ്പോൾ ചിൽഡ്രൻസിൻ്റെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടുകളായിരിക്കാം. അപ്പം കുട്ടികൾ മുതിർന്നു വരുമ്പോഴത്തേക്ക് 10, 15, 20 വർഷത്തേക്ക് നമ്മൾ ഈ സ്കീമിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക ഒന്നുകിൽ അവരുടെ പഠനത്തിന് ഹയർ സ്റ്റഡീസിന് വേണ്ടിയോ അല്ലെങ്കിൽ പോലെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഫണ്ടുകളായിരിക്കാം ചിൽഡ്രൻസ് ഫണ്ട്. അതിൽ റിട്ടയർമെൻറ്റ് ഫണ്ട്, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മൾ റിട്ടയർമെൻറ്റ് ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിട്ടയർമെൻറ്റിന് ശേഷം ഒരു സർട്ടൻ പീരീഡിന് ശേഷം, എസ്പെഷ്യലി റിട്ടയർമെൻറ്റ് ഏജിന് ശേഷം നമുക്കൊരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കിട്ടത്തക്ക രീതിയിലുള്ള നമുക്കൊരു ഫണ്ടായിരിക്കും ഇത്. അതുപോലെ തന്നെ അതേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് ഫണ്ടുണ്ട്, ETF ഉണ്ട്. ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ചില ഇൻഡെക്സുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിഫ്റ്റി 50, നിഫ്റ്റി 500, നിഫ്റ്റി 100 എന്നൊക്കെ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ചില ഇൻഡെക്സ് ഫണ്ടുകളുണ്ട്. ETF ഉണ്ട്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ഉണ്ട്, അതുപോലെ ഫണ്ട് ഓഫ് ഫണ്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ മറ്റൊരു വീഡിയോയിൽ നൽകുന്നതായിരിക്കും. തൽക്കാലം ഈ 5 കാറ്റഗറിയിൽ വരുന്ന സബ് കാറ്റഗറീസ് ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനിയും സെബിയുടെ സർക്കുലർ അനുസരിച്ച്, സെബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ മണി മാർക്കറ്റിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് സൂപ്പർവൈസറാണ്, അല്ലെങ്കിൽ ഓതറൈസ് ബോഡിയാണ്. അവരുടെ സർക്കുലർ അനുസരിച്ച് ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക് ഒരു കാറ്റഗറിയിൽ ഒരു സ്കീം മാത്രമേ അവർക്ക് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക് ഒരു ലാർജ് ക്യാപ്പ് ആകാം, ഒരു മിഡ് ക്യാപ്പ് ആകാം, ഒരു സ്മോൾ ക്യാപ്പ് ആകാം, അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്നാലും ഒരു ഇക്വിറ്റി കാറ്റഗറിയിൽ ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക് മൾട്ടിപ്പിൾ സെക്ടറൽ ഫണ്ട്സ് കൈകാര്യം ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു സ്കീം, ഇപ്പോൾ ലാർജ് ക്യാപ്പ് എന്ന് പറയുന്ന ഒരു സ്കീം മാത്രമേ പറ്റുള്ളായിരിക്കും. മറ്റൊരു മിഡ് ക്യാപ്പ് സ്കീം, സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ 2 ലാർജ് ക്യാപ്പ് ഒരിക്കലും ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം ഇതാണ് പ്രധാനമായിട്ടും ഈ കാറ്റഗറി, സബ് കാറ്റഗറി എന്ന് പറയുന്ന ഈ പറഞ്ഞ സെക്ഷനിൽ പറയാനുള്ളത്. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഇക്വിറ്റി സ്കീമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചില മുൻകരുതലുകൾ. ഇക്വിറ്റി സ്കീമിൽ നിന്നല്ല, നമ്മൾ ഏതൊരു കാറ്റഗറിയിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇനിയും നമ്മൾ ഈ ഒരു സ്ലൈഡിൽ, ഈ വരാൻ പോകുന്ന സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ളത് ഇക്വിറ്റി കാറ്റഗറിയാണ്. അത് നമ്മുടെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ അനുസരിച്ച് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷനിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി കാറ്റഗറിയാണ്. ഇക്വിറ്റി കാറ്റഗറി എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ സ്കീംസ്, ഈ ഇക്വിറ്റി കാറ്റഗറിയിലുള്ള സ്കീംസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ഷെയർസിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ മാർക്കറ്റിൽ നമുക്ക് പലതരത്തിലുള്ള ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുണ്ട്. അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും ഇൻഡിവിജ്വൽ ചോയ്സ് ആയിരിക്കും എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ പോപ്പുലർ ആയിട്ടുള്ള ഇക്വിറ്റി കാറ്റഗറിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ട 11 ഡിഫറെൻറ്റ് സബ് കാറ്റഗറീസ് ഉണ്ടെന്നുള്ളതാണ്. ഈ സബ് കാറ്റഗറീസ് 11 പ്രധാനപ്പെട്ടവ ഉണ്ടെങ്കിൽ തന്നെയും ഈ 11 ഈ ഓരോ കാറ്റഗറിയും വ്യത്യസ്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലായിരിക്കും മാർക്കറ്റിലുള്ളത്. അതുപോലെ തന്നെ ഈ ഓരോ കാറ്റഗറി, ഇക്വിറ്റി കാറ്റഗറിയിലുള്ള ഓരോ സബ് കാറ്റഗറിയുടെയും റിസ്ക്കും റിവാർഡും സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, പൊതുവേ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആയിരിക്കും. കാരണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്നും കൂടുതൽ വെൽത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ജനറലായിട്ടുള്ള ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ കാറ്റഗറീസ് തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ അവ എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാറ്റഗറിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വെൽത്ത് മറ്റൊരു കാറ്റഗറിയിൽ
അതേ ടൈം പീരീഡിൽ നമുക്ക് കിട്ടണം നിർബന്ധമില്ല. അപ്പോൾ റിസ്ക്കും റിവാർഡും വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ ടൈം പീരിയഡ് വ്യത്യസ്തമായിരിക്കും. ഒരു കാറ്റഗറിയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന വെൽത്ത് ഒരു സ്പെസിഫൈഡ് പീരീഡിൽ നിന്നും മറ്റൊരു കാറ്റഗറിയിൽ നിന്നും മറ്റൊരു സ്കീമിൽ നിന്നും നമുക്ക് ആ സെയിം ടൈം പീരീഡിൽ നമുക്ക് ആ സെയിം വെൽത്ത് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം 2 സ്കീമുകൾ തമ്മിലുള്ള റിസ്ക് വ്യത്യാസമായിരിക്കും, അവയിൽ നിന്നുള്ള റിവാർഡും വ്യത്യസ്തമായിരിക്കും. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് പൊതുവേ റിസ്ക് കൂടുതലായതുകൊണ്ട് റിവാർഡും മറ്റ് ഡെറ്റിനെയും ഹൈബ്രിഡിനെയൊക്കെ അപേക്ഷിച്ച് ഒരുപക്ഷെ റിവാർഡ് പെർസ്പെക്റ്റീവിൽ വളരെ സജസ്റ്റ് ചെയ്യാവുന്ന സ്കീംസ് ആണെങ്കിൽ തന്നെയും ശരിയായിട്ടുള്ള എക്സ്പെക്റ്റേഷനും ആറ്റിറ്റ്യൂഡും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫിയിൽ ഇല്ലെങ്കിൽ വളരെ ഇക്വിറ്റി കാറ്റഗറിയിൽ നിന്നും വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കാറ്റഗറി തിരഞ്ഞെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പൊതുവെ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനിയും പറയാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ ഇതൊരു നോട്ട് എ ഷോർട്ട് ടേം സൊല്യൂഷൻ എന്നുള്ളതാണ്. അതായത് ഒഴിവാക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരിക്കുള്ള ഇൻവെസ്റ്ററിൻ്റെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് ഒരു ഷോർട്ട് ടേം സൊല്യൂഷന് വേണ്ടിയുള്ളതാണെങ്കിൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ 2 മുതൽ 3 വർഷത്തെ കാലാവധിക്കൊക്കെയാണ് ഷോർട്ട് ടേം എന്ന് സാധാരണ പറയാറുള്ളത്. ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്കീം അനുസരിച്ച് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് ആ ഫണ്ടിൽ നിന്നും വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ അതിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ടൈം അത്യാവശ്യമാണ്. നെസസറി ടൈം അതിന് നമ്മൾ നൽകിയാൽ മാത്രമേ ഇക്വിറ്റി കാറ്റഗറിയിലുള്ള ഫണ്ടിൽ നിന്നും നമുക്ക് റീസണബിളായിട്ടുള്ള വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒരു 10 ഇയർ ടൈം പീരീഡ് അല്ലെങ്കിൽ അതിലും മേലെയുള്ളൊരു ടൈം പീരീഡ് ഇക്വിറ്റി സ്കീംസിന് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും വെൽത്ത് ജനറേഷന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ തന്നെ അടുത്ത പോയിൻ്റായി പറയുന്നത് വൈ നോട്ട് ഷോർട്ട് ടൈം. പലപ്പോഴും പൊതുവേ ചോദിക്കപ്പെടുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്തുകൊണ്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല. അത് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററിൻ്റെ പ്രിഫറൻസാണ്, ചോയ്സാണ്. ഏത് കാറ്റഗറി വേണമെങ്കിലും ചൂസ് ചെയ്യാം, ഏത് ടൈം പീരീഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസോ റെഗുലേഷൻസോ ഒന്നുമില്ല. ഏതെങ്കിലും ഒരു കാറ്റഗറി നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇത്ര ടൈം പീരീഡ് മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളത്. അത് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററിൻ്റെ റിക്വയർമെൻറ്റ്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററിൻ്റെ നോളജ്, ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററിൻ്റെ അവയർനെസ്, ഇതിനെല്ലാം, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററിൻ്റെ ചോയ്സ്, തിരഞ്ഞെടുക്കൽ അല്ലെങ്കിൽ പ്രിഫറൻസ് എന്താണ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മാതൃകകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളില്ല എന്ന് ഞാൻ പറഞ്ഞു. പലർക്കും പല ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലാണ്, പലർക്കും പല ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സാണ്. അപ്പോൾ അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും പലരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേം സൊല്യൂഷന് വേണ്ടി ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇക്വിറ്റി ഫണ്ട് നമുക്കൊരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു മാർക്കറ്റ് റിയാലിറ്റിയെ ബേസ് ചെയ്താണ് ഈ ഒരു സജഷൻ മുമ്പോട്ട് വെക്കുന്നത്. അതിലൊരു സാധാരണ ഇൻവെസ്റ്ററിന് മാർക്കറ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയാമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ ഡയറക്റ്റായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതാണ്. അങ്ങനെ മാർക്കറ്റിൻ്റെ ടൈമിങ്ങിനെ കുറിച്ച് നല്ല കൃത്യമായ അവയർനെസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പേഷനിൽ നിന്ന് നമുക്ക് ഒരു വ്യക്തിക്ക് കൂടുതൽ വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മ്യൂച്വൽ ഫണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിൻ്റാണ് ഇവിടെ പറയുന്നത്, അണ്ടർസ്റ്റാൻഡ് ടൈം. മാർക്കറ്റിനെ കുറിച്ച് അല്പമെങ്കിലും അറിവുള്ള ആൾക്കാർക്കെല്ലാം അറിയാവുന്നതാണ്. മാർക്കറ്റ് എപ്പോഴും വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. ഏത് സമയവും മാർക്കറ്റിൽ അപ്സ് ആൻഡ് ഡൗൺസ് സംഭവിക്കാം. നമ്മുടെ ഇന്ത്യയിലെ മാർക്കറ്റുകൾ പൊതുവെ ഇന്ത്യക്കകത്ത് മാത്രമുള്ള സംഭവവികാസങ്ങളെ ഡിപ്പെൻഡ് ചെയ്തല്ല, പുറം രാജ്യങ്ങളിലുള്ള സംഭവവികാസങ്ങളെയും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ സംഭവവികാസങ്ങളെ ആശ്രയിച്ച് നമ്മുടെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് മുകളിലേക്ക് താഴേക്ക് പോകാവുന്നതാണ്. ഫ്ലക്ച്വേഷൻസ് വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് മാർക്കറ്റിനെ ബാധിക്കുന്നൊരു കാര്യമാണ്. വോളറ്റൈൽ എന്ന് പറയും, മാർക്കറ്റ് വോളറ്റൈൽ എന്ന് പറയും, വൊളാറ്റിലിറ്റി. അപ്പോൾ ഈ വൊളാറ്റിലിറ്റി കണക്കിലെടുത്തുകൊണ്ട്
നമുക്ക് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൽ ഷോർട്ട് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ പെട്ടെന്ന് ഒരു ഇടിവോ അല്ലെങ്കിൽ ഒരു സർട്ടൺ ഷോർട്ട് ടൈം പീരീഡിലേക്കൊരു ഒരു ഫോളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള റിട്ടേൺ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടൊരു സാധാരണ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഒരു കോമൺ മാൻ്റെ പെർസ്പെക്റ്റീവിൽ ഈ മാർക്കറ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ മാർക്കറ്റിനുണ്ടാകാവുന്ന ഫ്ലക്ച്വേഷനെ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന് സഫിഷ്യൻ്റായിട്ടുള്ള ടൈം കൊടുക്കുക, അതിനെ വളർച്ച പ്രാപിക്കാനും അതിൽ നിന്ന് നമുക്ക് വെൽത്ത് ജനറേറ്റ് ചെയ്യാനും സഫിഷ്യൻ്റായിട്ടുള്ള ടൈം കൊടുക്കുക. അതുകൊണ്ട് ഷോർട്ട് ടൈം അപ്രോച്ച് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിംഗ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത്ര പര്യാപ്തമായിട്ടുള്ളൊരു കാര്യമല്ല എന്നാണ് പറയുന്നത്. അത് ഏത് സ്കീമിനെക്കുറിച്ച് അല്ലെങ്കിൽ ഏത് കാറ്റഗറി നമ്മൾ തിരഞ്ഞെടുത്താലും ഷോർട്ട് ടൈം അപ്രോച്ച് അത്ര അഡ്വൈസബിളായിട്ടുള്ളൊരു അപ്രോച്ച് അല്ല എന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്താണ് ഡോൺ കീപ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫണ്ടിനകത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മറ്റൊരു ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്യുന്നൊരു പ്രോസസ്സ് അല്ലെങ്കിൽ പ്രതിഭാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഡൻസി നമുക്കുണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു സജഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞാൽ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് എയിൽ ഫോർ എക്സാമ്പിൾ ഫണ്ട് എയിൽ ഇൻവെസ്റ്റ് ചെയ്ത് റെഡീം ചെയ്തിട്ട് ഫണ്ട് ബിയിൽ പ്രത്യേകിച്ചൊരു വാലിഡായിട്ടുള്ള റീസൺ ഇല്ലാതെ ഫണ്ട് ബിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് അതിനൊരു സഫിഷ്യൻറ്റ് ടൈം കൊടുക്കാതെ തന്നെ അത് റെഡീം ചെയ്തിട്ട് മറ്റൊരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ടെൻഡൻസി പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഐഡിയ. അതുപോലെ തന്നെ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫണ്ടിൽ സ്വിച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ കുറേയേറെ വർഷം നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തെങ്കിലും അതിന് നമുക്ക് ലോങ് ടൈം ഇൻവെസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഫണ്ട് എയിൽ ഇപ്പം ഉദാഹരണത്തിന് ഒരു വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫണ്ട് ബിയിലേക്ക് സ്വിച്ച് ചെയ്തു, അവിടെ ഒരു 6 മാസം ഫണ്ട് ബിയിൽ നമ്മൾ മറ്റൊരു ഫണ്ട് സി എന്ന് പറയുന്നൊരു സ്കീമിലേക്ക് നമ്മൾ അടുത്തൊരു സർട്ടൻ പീരീഡ് ഓഫ് മന്ത്സ്. അപ്പോൾ ഇത് എല്ലാവരുടെ കണക്കിലെടുക്കുമ്പം 3-4 അല്ലെങ്കിൽ 5 years എന്ന് പറയുന്നൊരു ലോങ് ടൈമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന് ലോങ് ടൈം ഇൻവെസ്റ്റിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു 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 പ്രത്യേക സ്കീമിലേക്ക് ഒരു പ്രത്യേക ഫണ്ടിലേക്ക് ഒരു മൾട്ടി ഇയർ പീരീഡിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റൈലിനെയാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷനെ എല്ലാം ഓവർകം ചെയ്തിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ വൊളാറ്റിലിറ്റിയെ ഓവർകം ചെയ്തിട്ട് ഈ ഫണ്ടിന് തീർച്ചയായിട്ടും ഫ്യൂച്ചറിലെ ഒരു ഗ്രോത്ത് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ വാലിഡായിട്ടുള്ള റീസൺസ് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യുന്ന എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഫണ്ട് ഒരു ഫണ്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാൻ കഴിയുന്നതാണ്. അതിൽ ഏറ്റവും അവസാനമായി പറയുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈൻ ഇൻവെസ്റ്റിംഗ് എന്നാണ്. പത്രമാധ്യമങ്ങളിലെ ഹെഡ്ലൈൻസ് കണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് ആ ടെൻഡൻസി നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ പത്രത്തിൻ്റെ ഹെഡ്ലൈൻ പറയും മാർക്കറ്റ് വളരെ ബിയറിഷാണെന്ന് പറയും. അപ്പോൾ നമ്മളത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നൊരു ടെൻഡൻസി ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വിഡ്രോ ചെയ്യുകയും അതിന് നമ്മൾ ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓൺഗോയിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി നമ്മൾ അവിടെ ഇല്ലാതാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നീട് നമ്മളത് മറ്റൊരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യുകയും വീണ്ടും വി ഹാവ് ടു വെയിറ്റ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ അങ്ങനെ ഹെഡ്ലൈൻസ് കണ്ടിട്ട് നമ്മുടെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാതിരിക്കുകയും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് 5ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിൻ്റായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ 5 പോയിൻ്റുകൾ പ്രത്യേകിച്ച് ജനറലായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിയായ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റും എന്നുള്ളൊരു ഗ്യാരണ്ടി അല്ല, പക്ഷേ ചില അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് ലഭിക്കും. ഈ അടിസ്ഥാന നോളജിൻ്റെ അല്ലെങ്കിൽ ബേസിക്കായുള്ള നോളജിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില ഫണ്ടിലേക്ക് നല്ല കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും.
ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.